കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അലീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്കെതിരെ വലിയൊരു ആരോപണം. അതിന് ഭാഗമായിട്ട് അവർ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ മോഡലിങ്ങിൻ്റെ പേരിലുണ്ടെങ്കിൽ പല പെൺകുട്ടികളെയും വിദേശത്തേക്ക് കടത്തുകയും അവിടെ പല പേർക്കും കാഴ്ചവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം കുറേയധികം പേര് ഈ ഒരു അലീനയെ പറ്റിയൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അലീനയൊക്കെ ഉണ്ടെങ്കിൽ മോഡലിംഗ് ഏജൻസി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേരെ ഈ അവസരം ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുകയും അതിൽ വന്ന് മോഡലിങ്ങൊക്കെ പങ്കെടുക്കും. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആൾക്കാർ ബിസിനസ്സുകാരൊക്കെ വിദേശത്തുള്ളവരൊക്കെ ഇത് കണ്ടിട്ട് ഇതിലെ ഈ ഒരു പെൺകുട്ടിയൊക്കെ വേണം എന്നുള്ള രീതിയിലൊക്കെ ആവശ്യപ്പെടും. അപ്പം ഈ ഒരു പെൺകുട്ടി അലീന എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്തൊക്കെ വിദേശത്ത് നല്ല മോഡലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇത്ര ദിവസത്തേനാണ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു വിദേശത്ത് പോകാമല്ലോ, നല്ല രീതിയിൽ കുറച്ചും കൂടി പൈസ കിട്ടുമല്ലോ എന്നൊക്കെ വിശ്വസിച്ചിട്ട് ആൾക്കാരെന്ത് ചെയ്യും, മോഡൽ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെയ്യും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ പെടുകയും അവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പിന്നെ വെളിയിൽ വന്നതിന് ശേഷമാണ് അലീനയെ പറ്റി ഓരോരോ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് തന്നെ അലീനയുടെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. ഇതേ കണക്ക് ഈ ഒരു പെൺകുട്ടിക്ക് ഇത്ര റേറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള വോയിസ് വരെ പുറത്ത് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതുപോലെ കുറേയധികം ചതിക്കുഴികളൊക്കെ ഒരുപാട് പേര് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെന്ന് പെടാതെ ശ്രമിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിച്ചൊക്കെ പോവുക. അത് എന്താണെങ്കിലും എല്ലാത്തിനെ പറ്റി അന്വേഷിക്കുകയും ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലത്തുള്ളതിലൊക്കെ ചെന്ന് പെടുന്നതായിരിക്കും